Hello guys, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. 2026-27 അധ്യയന വർഷത്തിലേക്ക് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കാലെടുത്ത് വയ്ക്കാൻ പോവുകയാണ്. എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് എന്നും ഇനി ഈ തേർഡ് അലോട്ട്മെന്റിന് ശേഷം ബാക്കി നിങ്ങൾ കാത്തിരിക്കുന്ന സ്പോട്ട് അഡ്മിഷൻ എന്താണ് എന്നും ഒക്കെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നോക്കാം. അതോടൊപ്പം തേർഡ് അലോട്ട്മെന്റിലെ ചില ഡൗട്ടുകൾ ഇന്നലെ വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, അതിനും കംപ്ലീറ്റ് ആൻസർ ഉണ്ട്. സോ മാക്സിമം പേരിലേക്ക് എത്തുക. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള KTU എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. സോ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജോയിൻ ചെയ്യാൻ മടിക്കരുത്, ഉപകാരപ്പെടും. അവിടെ എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത്, സിലബസ് എന്താണ്, ക്വസ്റ്റ്യൻസ് എന്താണ്, എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പുകളിലേക്ക് ലഭിക്കും. അത് നോക്കിയിട്ട് കോൺഫിഡൻറ്റോടുകൂടി നിങ്ങളുടെ എഞ്ചിനീയറിംഗ് അധ്യയനം +2 പോലെയൊക്കെ തന്നെ തുടങ്ങാം. വലിയ ടെൻഷനുകളില്ലാതെ, സപ്ലിയുടെ പേടിയില്ലാതെ. സോ എന്തായാലും കാര്യത്തിലേക്ക് വരാം. തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഏത് വിദ്യാർത്ഥികളാണ് എങ്കിലും ഓൾറെഡി കോളേജ് അത് മതി, അവിടെ പോയി അഡ്മിഷൻ എടുത്തു, അങ്ങനെയുള്ളവർ വിട്ടേക്ക്. നിങ്ങൾക്ക് ഓൾറെഡി കോളേജ് സെറ്റായി, അവിടെ പോവുക, സെറ്റാണ്. അല്ലാതെ ഒരു ബെറ്റർ കോളേജ് വേണം, ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവരാണ്, അതല്ലാതെ ഇനിയും അഡ്മിഷൻ സെറ്റായിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളവരോട് ആണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ തന്നെ കീമിന്റെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നോക്കുക. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി 2000 ഒക്കെ അടച്ചവരാണെങ്കിൽ പേയ്മെന്റ് ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം, പ്രശ്നം ഉണ്ടാവില്ല. അതല്ലാതെ കഴിഞ്ഞ അലോട്ട്മെന്റ് കിട്ടി മീൻസ് പൈസ അടച്ചില്ല, അങ്ങനെയുള്ളവർക്കും ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവർക്കും ഒക്കെ എന്താണ് ആദ്യം പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് പുതുതായിട്ട് പലരും ചോദിക്കേണ്ടായി, ലോവർ ഓപ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ? സ്റ്റിൽ എന്താണ്, ഇതൊരു ന്യൂ ഫ്രഷ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് ബെറ്റർ കോളേജായിട്ട് തോന്നുന്ന എല്ലാം ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ വെച്ച് സേവ് ചെയ്യാം. ഇത് വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, കിട്ടാൻ ചാൻസ് ഇല്ല എങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് എല്ലാം മുകളിലോട്ട് വെച്ചോ. എന്നിട്ട് താഴോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഇപ്പോൾ IHRD ചെങ്ങന്നൂരൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടാവും. ഇപ്പൊ കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ കോളേജുകൾ ഉണ്ടാവും. അതൊക്കെ ലിസ്റ്റ് ചെയ്ത് ആ ഒരു ഓർഡറിൽ ഇപ്പോൾ ലോവർ ഫീസ് ആണല്ലോ ഏറ്റവും മുകളിൽ വെക്കേണ്ടത്. ഹയർ ഫീസ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത് താഴെ വെച്ച് ആ രീതിയിൽ സേവ് ചെയ്യുക. അവസാനഘട്ട അലോട്ട്മെന്റ് ആണ്. അപ്പോൾ പേയ്മെന്റ് കാര്യം പറഞ്ഞു, നിങ്ങൾ കീം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ ചെയ്യേണ്ട. അത് പല ക്രൈറ്റീരിയ ഉണ്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ പോലെ. ഇനി ക്ലാസ്സുകൾ എന്താണ് തുടങ്ങുന്നത്? ക്ലാസ്സുകൾ തുടങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് 10 ശേഷമാണ്. നമ്മൾ ഓൾറെഡി ഒരു പ്രഡിക്ഷൻ പറഞ്ഞിരുന്നു ഒരാഴ്ച മുമ്പ്, അത് കറക്റ്റ് ആവുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രകാരം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ തേർഡ് അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ കോളേജുകളിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റുക. അതിനുശേഷം ഓഗസ്റ്റ് 10 എന്ത് ചെയ്യും, ക്ലാസ്സുകൾ തുടങ്ങും. പല കോളേജുകളിലും അതിനു മുമ്പ് തന്നെ ഓഗസ്റ്റ് 3-നും ജൂൺ 27-നും ഒക്കെ ക്ലാസ്സുകൾ തുടങ്ങിയ കോളേജുകളുണ്ട്. ഓറിയന്റേഷൻ അത് മാനേജ്മെന്റ് ആയിട്ടും അല്ലാതെയും ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് മെയിൻ ആയിട്ട്. സോ അങ്ങനെ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പോട്ട് അഡ്മിഷൻ ആണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് ഇത്തവണ ഒരു സ്ട്രേ വേക്കൻസി അലോട്ട്മെന്റ് ഉണ്ടാകാൻ സാധ്യതയില്ല, പകരം ഡയറക്റ്റ് സ്പോട്ട് ആയിരിക്കും. തേർഡ് അലോട്ട്മെന്റും കഴിഞ്ഞു, എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുത്തു. അങ്ങനെ അഡ്മിഷൻ എടുത്തപ്പോഴും ചില ക്യാൻസലേഷൻ സീറ്റുകളൊക്കെ വന്നു. ചിലരുടെ എഞ്ചിനീയറിംഗ് ആദ്യം തന്നെ ഡ്രോപ്പ് ചെയ്തു, ചിലരുടെ നീറ്റിലേക്ക് പോയി, ചിലരുടെ LBSലേക്ക് പോയി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങി ഒരാഴ്ച 2 ആഴ്ച പിന്നിടുമ്പോൾ ചില കോളേജുകളിലൊക്കെ സ്ലോട്ടുകൾ വേക്കൻ്റ് ആണ്, മീൻസ് വേക്കൻസി ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, മാനേജ്മെന്റ് സീറ്റൊക്കെ ഒഴിവാക്കി നിൽക്കുക. എന്നിട്ട് IHRDയും ഗവൺമെന്റ് കോളേജൊക്കെ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ അവരുടെ ഓരോ ബ്രാഞ്ചിനുമുള്ള വേക്കൻസികളുടെ എണ്ണവും ബാക്കി കാര്യങ്ങളും ഒക്കെ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് ഒന്നുകിൽ അതാത് കോളേജ് വഴിയായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട കോളേജുകൾക്കൊക്കെ ഒരു സെൻട്രലൈസ്ഡ് സെന്റർ, കഴിഞ്ഞ വർഷം അത് GEC തൃശ്ശൂരായിരുന്നു, അതുപോലൊരു സെന്ററും ഡേറ്റും ടൈമും പറയും. ആവശ്യമുള്ള കുട്ടികളെല്ലാം ഓൾറെഡി നിങ്ങൾ അഡ്മിഷൻ എടുത്ത കുട്ടികളായിരിക്കണം. ആ കുട്ടികൾക്കെല്ലാം ഒരു ഈ പറയുന്ന ഏതെങ്കിലും വേക്കൻസി ഉള്ള കോളേജുകളിലേക്ക് മാറണമെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ട് ഫിസിക്കലി ആ പറയുന്ന ഡേറ്റിലെ ടൈമിൽ ആ ഒരു സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കണം. എന്നിട്ട് അവിടെ നിങ്ങളുടെ കീം റാങ്കും നിങ്ങളുടെ റിസർവേഷനും ഒക്കെ ഇത് ചെയ്ത് കോളേജുകാർ നോക്കി ഓക്കെ ആണെങ്കിൽ വേക്കൻസിയിൽ ഇത് അവിടെ ഹാജരാകുന്നവരിൽ നിന്ന് നിങ്ങൾക്ക് സീറ്റ് അലോട്ട് ചെയ്ത് വരികയാണ്. അങ്ങനെ അലോട്ട് ആവുകയാണെങ്കിൽ ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഫീസും ഓൾറെഡി അടച്ച ഫീസും ട്രാൻസ്ഫർ ആയിക്കൊണ്ട് പിന്നീട് ഒരാഴ്ചയൊക്കെ നിങ്ങൾ മറ്റേ കോളേജിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് പുതിയ കോളേജിൽ ജോയിൻ ചെയ്ത് പഠിക്കാം സ്പോട്ട് അഡ്മിഷൻ വഴി. ഇതാണ് കാര്യം, പറഞ്ഞാൽ സിമ്പിൾ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഓൺ ദ വേ ആണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റുകളായി പോരട്ടെ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട, തീർച്ചയായിട്ടും ഉപകാരപ്പെടും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പ്രത്യേകിച്ച്. ഇനി ഫാർമസിയുടെ അപ്ഡേറ്റ്സും ഓൺ ദ വേ ആണ്. ഓൾ ദി ബെസ്റ്റ്.